യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നാളെ എന്റെ മോന്റെ കല്യാണം. എന്റെ മോൻ ദർശനയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ, ദർശന എന്റെ മോന്റെ സ്വന്തമാകുന്നത് വരെ ഞാൻ എന്റെ വ്രതം തുടരും. അറിയാലോ, ഇന്നലെ പകല് മുഴുവൻ എന്റെ മോനെ ആരൊക്കെയോ കൊണ്ടുപോയി. എന്തെല്ലാമാണ് അനുഭവിച്ചത്. ഈ കണ്ണനാ എന്റെ മോനെ തിരിച്ചു കൊണ്ടുവന്നത്. കണ്ണനല്ലമ്മേ, ദർശനാദേവിയാ. പൂജാമുറിയുടെ മുന്നിൽ നിന്ന് അരുതാത്തൊന്നും പറയരുത്. ഞാനും പ്രിയാമ്മേടവും ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയുമാ എല്ലാത്തിനും പിന്നിൽ. അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ. അമ്മയുടെ മുമ്പിൽ ജീവനോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്തു. എന്നാലും ഉറക്കം ഉളച്ച അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എങ്ങനെ മുറി പോകും? എനിക്ക് മെഹന്തിയും വേണ്ട, ഒന്നും വേണ്ട. അയ്യോ, ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പോവാ. ദർശന ചോട്ടനെ വിളിച്ച് വീട്ടിലേക്ക് വെക്കോ. അപ്പച്ചി, എനിക്കൊരു പായ വിരിച്ചു തരണം. ഞാൻ ഇവിടെ ഇരുന്നോളാം. കൊച്ചുങ്ങളെ പോലെ വെറുതെ ശാഠ്യം പിടിക്കല്ലേ കൊച്ചു മുതലാളി. എന്തിനാ മാഡത്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? മാഡത്തിന് ഒരു അസുഖവും വരില്ല. ഇങ്ങനെ കണ്ണീരും പ്രാർത്ഥനയുമായിട്ടിരിക്കുന്ന ഒരു അമ്മയെ കിട്ടിയത് കൊച്ചു മുതലാളിയുടെ ഭാഗ്യമാ. അതെ, മോൻ പോയി കിടന്നോ. ഞാനിവിടെ ഇരുന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മോനെ വിളിച്ചോളാം. ദർശനേ, മോളും പോയി കിടന്നു. എന്തെങ്കിലും ക്ഷീണം വന്നാ മാഡത്തിനെ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കണം. 2 ദിവസമായി ഗുളിക പോലും കഴിച്ചിട്ടില്ല. കൊച്ചുമുതലാളി വാ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൊച്ചുമുതലാളിക്ക് മനസ്സിലാവാത്തത് എന്താ? ഹൽദിയുടെന്ന് ഉണ്ണിയമ്മാവന്, ഇന്നിപ്പോ കൊച്ചുമുതലാളിയെ, നാളെ ഇനി ആരെയാ? അഞ്ജനയുടെ കാര്യത്തില് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യത്തിലും അവളെ ഞാൻ ഒറ്റയ്ക്കാക്കി പോകുന്നുണ്ടോന്നൊരു തോന്നല്. നാളെ മുതല് അവളെ ഒറ്റയ്ക്ക് കിടത്തണം. ഗസ്റ്റ് ഹൗസിൽ കിടത്താന്ന് വെച്ചാ അവിടെ അമ്മായിയുണ്ട്, തരുണുണ്ട്. ചോട്ടുനെ അമ്മ പറഞ്ഞല്ലോ നാളെ മുതൽ ഇവിടെ കിടത്താന്ന്. അത് മതി. അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിലും മാഡത്തിന്റെ കാര്യത്തില് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇന്നലെ മുതല് ഗുളിക പോലും കഴിക്കുന്നില്ല. ഇനി കല്യാണം നടക്കുന്ന ടെൻഷൻ. കല്യാണം നടക്കുന്ന നിമിഷം വരെ അമ്മയുടെ പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഇവിടെ കുറെ ആളുകളുണ്ട്. ഈശ്വര, ഇനി നാളെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്? ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം. എടുത്ത് കുറച്ച് വെള്ളമെങ്കിലും കുടിക്കേ. ക്ഷീണിച്ച് തല കറങ്ങി എങ്ങനെ വീണു പോയാ? എനിക്കൊരു ക്ഷീണവും ഇല്ല ഗീതമ്മേ. എന്റെ മോന്റെയും ദർശനയുടെയും വിവാഹം മംഗളമായിട്ട് നടക്കണം. നാളെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണോ ഗീതമ്മ കരുതുന്നത്? വീണ, ഗിരിജ, ശ്രേയ, ഇവരെല്ലാം എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കാൻ വേണ്ടി എന്നെ പോലെ വ്രതം നോറ്റിരിക്കുക. ഞാൻ എന്റെ ശരീരം തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാ. എന്റെ മോൻ ദർശനയുടെ കഴുത്തിൽ താലി കെട്ടുന്ന ആ നിമിഷം വരെയെങ്കിലും എനിക്ക് ജീവനോടെ ഇരിക്കണം. അത് മാത്രം എന്റെ മനസ്സിൽ. അതിനുവേണ്ടി
എന്റെ കണ്ണന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ അർപ്പിക്കുക. കണ്ണ, മക്കള് പൊയ്ക്കോ. ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഏട്ടത്തിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഏട്ടത്തി എന്നെ വിളിച്ചാ മതി. ഞാൻ ഈ മുറിയുടെ വാതിക്കെ തന്നെ ഇരുന്നോളാം. കൃഷ്ണ, എന്തു പറ്റി? അമ്മയുടെ കാര്യം ഓർത്തിട്ടാണോ വിഷമം? അതേ ദർശന, എത്ര പറഞ്ഞിട്ടും അമ്മ മനസ്സിലാക്കുന്നേ ഇല്ല. ഒന്നാമതേ സുഖമില്ല, അതിന്റെ കൂടെ ഈ കഠിന വ്രതം എന്നൊക്കെ പറയുമ്പോ സത്യത്തിൽ അതിന്റെ ആവശ്യം എന്താ? കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? എന്താ ഇവിടെ നന്നായിട്ട് നടക്കുന്നത്? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളല്ലേ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ശില്പയായിട്ടുള്ള കല്യാണത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. വീണയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. കല്യാണ പെണ്ണിനെ തന്നെ തലേ ദിവസം കാണാതായില്ലേ? അതുപോലെയല്ലേ ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. എന്റെ അനിയത്തെയും എന്റെ അമ്മാവനെയൊക്കെ ഇവരിങ്ങനെ കൊല്ലാനും തട്ടിക്കൊണ്ടു പോവാനും ഒക്കെ നോക്കിയില്ലേ? എന്ത് പരിഹാരം ഉണ്ടായി? ഇത് എന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, അത് കൊച്ചുമുതലാളി മനസ്സിലാക്കണം. രൂപേഷേട്ടന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാ അതുപോലെ എല്ലാം മാഡം ചെയ്തു തരുന്നില്ലേ? ഈ കല്യാണം പോലും രൂപേഷേട്ടന്റെ ഇഷ്ടം അനുസരിച്ചല്ലേ ചെയ്യുന്നത്. അപ്പോ അമ്മയ്ക്ക് അതിൻ്റെതായ പ്രഷർ നേരിടേണ്ടി വരും. രൂപേഷേട്ടന്റെ മനസ്സ് എല്ലാം നിസ്സാരമായി കാണും. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയല്ല. ഈ കല്യാണം നടന്നു കിട്ടുന്നത് വരെ അമ്മയ്ക്ക് എങ്ങനെ സമാധാനം കിട്ടും? അമ്മയ്ക്ക് ഉറക്കം വരുമോ? ആഹാരം കഴിച്ചാൽ ഇറങ്ങുമോ? ആ ഗിരിജ മേഡം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമായി കാണാൻ പറ്റുമോ? ഇനി കല്യാണം ആവുമ്പോ എന്തൊക്കെ ഉണ്ടാവുമെന്ന? ഞാൻ ഇത്രയും പറഞ്ഞത് രൂപേഷേട്ടന് കാര്യങ്ങൾ മനസ്സിലാവാനാ. അമ്മ ഈ കഠിനവ്രതം എടുക്കുന്നത് എന്തിനാ? രൂപേഷേട്ടന് വേണ്ടിയല്ലേ? നമുക്ക് വേണ്ടിയല്ലേ? ഈ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കാൻ വേണ്ടിയല്ലേ? അത് രൂപേഷേട്ടൻ മനസ്സിലാക്കാത്തത് എന്താ? ദർശന പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ സുഖമില്ലാത്ത അമ്മ ഉണ്ണാതെ വെള്ളം പോലും കുടിക്കാതെ, അത് അമ്മയ്ക്ക് എന്തേലും വന്നുപോയാ എനിക്ക് പേടിയാവുന്നു. മാഡത്തിനൊന്നും സംഭവിക്കില്ല. ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്താൻ ഇന്ന് വരെ വ്രതം എടുത്തിട്ട് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് വ്രതം എടുത്തതിന്റെ പേരിൽ രൂപേഷേട്ടൻ വിഷമിക്കേ വേണ്ട. കേട്ടല്ലോ? അമ്മ ദൂരെ എവിടെയും പോയിട്ടില്ല. നമ്മുടെ കൂടെ നമ്മുടെ പൂജമുറിയിൽ തന്നെ ഉണ്ടല്ലോ. രൂപേഷേട്ടന് അമ്മ എപ്പോ വേണമെങ്കിലും പോയി കാണാം. അമ്മ വ്രതം എടുക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ? നമ്മുടെ വിവാഹം മംഗളമായി നടക്കാൻ വേണ്ടി. അത് മനസ്സിലാക്കി കഴിഞ്ഞാ പിന്നെ ഒന്നുമില്ല. ഇനി ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. കല്യാണച്ചെക്കൻ ഇങ്ങനെ മുറിക്കകത്ത് കരഞ്ഞുകൊണ്ടിരുന്ന കല്യാണം എങ്ങനെ ഉഷാറാവും? വേഗം മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് താഴെ വരണം. കേട്ടല്ലോ? ഈ ഗിരിജയെ നിനക്കൊന്നും അറിയില്ല. നിങ്ങൾ അറിയാത്ത ഒരു ഗിരിജയുണ്ട് എന്നിൽ. നാളെ എന്റെ വിശ്വരൂപമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്.
അന്തകാന്തകനായ സംഹാരമൂർത്തി പരമശിവന് പോലും കഴിയാത്ത ചുടല നൃത്തമാടും ഞാൻ.